പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. ഇരുവരോടും നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എത്തുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇരുവരോടും നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ ചർച്ചയായ, വലിയ കോലിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് കേസ് പിൻവലിക്കുക എന്നുള്ള രീതിയിലേക്ക് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം. എപ്പോഴാണ് ഇത് പരിഗണിക്കുക? എൽദോ, ഇന്ന് രാവിലെ 10:30 ആ കേസ് പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് രണ്ടുപേരും കോടതിയിൽ ഹാജരാകണം. ജസ്റ്റിസിന് മുമ്പാകെ ഹാജരായി എന്താണ് ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് പറയുവാനുള്ളതെന്ന് നേരിട്ട് വിശദീകരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ സംബന്ധിയായി ഏത് വിശദീകരണമാണ് ഇവർക്ക് നൽകാനുള്ളത് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. കാരണം എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെയധികം കേരളത്തിൽ ചർച്ച ചെയ്ത വിവാദങ്ങളുണ്ടാക്കിയ ഒരു കേസാണിത്. കാരണം ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടേതായ മൊഴിയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ വസ്തുതകളും എല്ലാം തന്നെ പുറത്തു വരുന്നു. ഭർത്തൃ വീട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ആ സ്ത്രീധന സംബന്ധിയായ വിഷയങ്ങൾ വലിയ രീതിയിൽ തനിക്ക് ആ വീട്ടിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെ ആ കേസ് അതിൻ്റേതായ രീതിയിലേക്ക് പോകുമ്പോൾ രാഹുൽ പി ഗോപാൽ അയാൾ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നു. അതിനെ ഒത്താശ ചെയ്ത് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പോലീസിലടക്കം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രാഹുൽ പി ഗോപാൽ 1ാം പ്രതിയും വീട്ടുകാരും അതോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്തും ഒരു പോലീസുകാരനും ഉൾപ്പെടെ ഇതിലേക്ക് വരികയും ചെയ്തിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി വലിയ വെളിപ്പെടുത്തലാണ് പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയത്. തനിക്ക് തൻ്റെ തന്നെ വീട്ടുകാരുടെ സമ്മർദ്ദങ്ങളുടെ സ്വാധീനങ്ങളുടെ ഫലമായാണ് ഇങ്ങനെ മൊഴി നൽകേണ്ടി വന്നത്. രാഹുൽ പി ഭർത്താവായ രാഹുൽ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്തോ അതിന് ഘടകവിരുദ്ധമായിട്ട് തന്നെയാണ് പിന്നീട് മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനിടയിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ സത്യവാങ്മൂലമടക്കം പ്രതിഭാഗം ഹൈക്കോടതിയിലേക്ക് എത്തിയതും കേസ് ഇതിൽ റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്നത്. വിദേശത്തു നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ രാഹുൽ പി ഗോപാലിനെ ഡൽഹിയിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. കാരണം നേരത്തെ നൽകിയ ലുക്കൌട്ട് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. തുടർന്ന് കേരള പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഹൈക്കോടതിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് പോകരുത് എന്ന് കേരള പോലീസ് അറിയിച്ചതനുസരിച്ച് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിലേക്ക് എത്തും. എന്തായാലും പെൺകുട്ടിയുടെ മൊഴി കോടതിക്ക് മുൻപാകെ എന്ത് പറയുന്നു എന്നതാണ് നിർണായകം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായിരുന്നു, ഇതിൽ അവർ സമൂഹ മാധ്യമങ്ങളിലോ മറ്റെവിടെയെങ്കിലുമോ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതല്ല എന്താണ് മൊഴി നൽകിയത്, അതിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് കോടതിക്ക് മുൻപാകെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലെ ഒരു നടപടികൾക്ക് വേണ്ടി ഉതകുക. അതുകൊണ്ട് ഈ പ്രൊസീജിയർ മുന്നോട്ട് തന്നെ പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് അവർ കോടതിയിൽ ഹാജരാകുന്നതും ജഡ്ജിക്ക് മുൻപാകെ എന്ത് പറയുന്നുവെന്നതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഒരു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതിൽ മൊഴിമാറ്റമുണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് രണ്ടുപേരോടും, വാദിയോടും പ്രതിയോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.